നമസ്തേ. പല പേരൻസും നമുക്ക് കൺസൾട്ടേഷന് വരുമ്പം പറയാറുണ്ട്, എന്താ പറയുക, കുട്ടിക്ക് രാത്രിയിൽ കിടന്ന് പല്ല് കടിക്കുന്നു, രാത്രിയിൽ കിടന്ന് എന്തെങ്കിലും സംസാരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, അവർക്ക് വിരയുടെ ഉണ്ടാവാം. ഇല്ല ഡോക്ടറെ, കുഴപ്പമില്ല, അവർക്ക് ഞാൻ കഴിഞ്ഞ ആഴ്ച വിരയുടെ മരുന്ന് കൊടുത്തതാണ്. പലപ്പോഴും ഇപ്പം നമ്മൾ കണ്ടുവരുന്നത്, നമുക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വിരമരുന്നുകൾ കൂടുതലും എത്രമാത്രം അവരുടെ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ പ്രശ്നത്തെ പരിഹരിക്കുന്നുണ്ടെന്നുള്ളതൊരു സംശയമുണ്ട്. കാരണം ഇത് കൊടുത്തു കഴിഞ്ഞാലും കുട്ടികൾക്ക് വിരയുടെ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ആകെയുള്ളത് പേരൻസിനൊരു സമാധാനമുണ്ട്, കുട്ടിക്ക് വിരമരുന്ന് കൊടുത്തു, ഇനി 6 മാസം കഴിഞ്ഞ് കൊടുത്താൽ മതി. കാരണം ഇതൊരു ചടങ്ങായിട്ട് മാറിയോ എന്ന് വരെ ഒരു സംശയമുണ്ട്. അപ്പോൾ കഴിയുന്നതും കുട്ടിക്ക് രാത്രിയിൽ കിടന്ന് പല്ല് കടിക്കുകയോ അല്ലെങ്കിൽ രാത്രി കിടന്ന് സംസാരിക്കുകയോ അല്ലെങ്കിൽ രാത്രി കിടന്ന് മൂത്രമൊഴിക്കുകയോ ഇങ്ങനെയൊക്കെയുള്ള പല പ്രശ്നങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിരയുടെ മരുന്നിൻ്റെ ആവശ്യമുണ്ട്. അത് പലപ്പോഴും വിര പോവാനായിട്ടുള്ള മരുന്നല്ല. ഇപ്പം അലോപ്പതിയിൽ കിട്ടുന്ന മരുന്ന് പോലെ നമുക്ക് വിര കളയാന്ന് മാത്രമല്ല, അതിൻ്റെ ഉറവിടവും കൂടെ, അതായത് അതിൻ്റെ മുട്ടകൾ ശരീരത്തുണ്ടെങ്കിലും ഒരാഴ്ച കഴിയുമ്പോൾ ഇത് വീണ്ടും വരും. അപ്പോൾ അതുകൊണ്ട് അതിനെയും കൂടെ നമ്മൾ നശിപ്പിക്കുകയും അതിൻ്റെ ഉറവിടത്തെ നശിപ്പിക്കുകയും കൂടെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് വിരയുടെ പ്രശ്നങ്ങളിൽ നിന്ന് മാറാൻ പറ്റുള്ളൂ. ചില കുട്ടികൾക്ക് വിളർച്ച ഉണ്ടാവാം, ക്ഷീണം ഉണ്ടാവാം, ഈവൻ പഠനത്തിൽ പിന്നോട്ട് നിൽക്കാം. കാരണം അവൻ്റെ വയറിൻ്റെ ഉള്ളിൽ ശരിയല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല. വൈറ്റമിൻ്റെ കുറവുണ്ടാവാം വിരയുണ്ടെങ്കിൽ. അപ്പം ഇതെല്ലാം നമ്മളൊന്ന് പരിഹരിച്ച് മുന്നോട്ട് പോകുന്നത് നന്നായിരിക്കും. വിരമരുന്ന് കൊടുത്തു എന്ന് കരുതി നിങ്ങൾ സമാധാനിച്ചിരിക്കാൻ പാടില്ല. നമസ്തേ.